വെറുതെ ഇരിക്കരുതേ. അപ്പൂപ്പൻകാട് എന്ന സ്ഥലത്ത് നൗഫൽ എന്നു പേരുള്ള ഒരു ആട്ടിടയ ബാലനുണ്ടായിരുന്നു. കുന്നിൻ ചെരുവിൽ ആടുകളെ മേയ്ക്കാനായി വിട്ട് നൗഫൽ സമയം വെറുതെ പാഴാക്കിയില്ല. അവൻ ഓരോ ദിവസവും പലതരത്തിലുള്ള പൂക്കൾ ശേഖരിക്കും, ഇലകൾ പറിച്ച് വിവിധങ്ങളായ കൗതുകവസ്തുക്കൾ ഉണ്ടാക്കും. ചന്തമുള്ള പൂമ്പാറ്റകളെ ഒരുപാട് നേരം നോക്കി നിന്ന് ആസ്വദിക്കും. ഒരു ദിവസം നൗഫൽ ഒരു ഓടപ്പുല്ല് വെട്ടിയെടുത്ത് വായിലിട്ട് ഒന്ന് ഊതി നോക്കി. അതിശയകരമെന്ന് പറയട്ടെ, ആരും കൊതിക്കുന്ന ഒരു ശബ്ദം ഓടപ്പുല്ലിൽ നിന്ന് ഒഴുകി വന്നു. നൗഫൽ ഓടപ്പുല്ലിൽ കത്തി കൊണ്ട് പല മാറ്റങ്ങളും വരുത്തി നോക്കി. വായിൽ വെച്ച് പിന്നെയും പിന്നെയും ഊതിയപ്പോൾ ശബ്ദത്തിൻ്റെ പല വ്യത്യാസങ്ങളും അവൻ തിരിച്ചറിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആടുകളെ മേയാൻ വിട്ട് ഓടപ്പുല്ലിലൂടെ മനോഹരങ്ങളായ ഗാനങ്ങൾ നൗഫൽ പാടാൻ തുടങ്ങി. അങ്ങനെ വെറുതെ കിട്ടുന്ന സമയം പാഴാക്കാതെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നൗഫൽ ആ ഗ്രാമത്തിലെ പ്രശസ്തനായ പാട്ടുകാരനായി മാറി. അവൻ്റെ ഓടപ്പുല്ലിൽ നിന്നുള്ള ഗാനങ്ങൾ കേൾക്കാനായി ആ ഗ്രാമത്തിൽ ആളുകൾ കൂട്ടം കൂടി എത്താറുണ്ടായിരുന്നു.